എൻ്റെ അനിയൻ്റെ മകൻ കഴിഞ്ഞ ദിവസം വണ്ടി ആക്സിഡൻ്റായി കണ്ണുപോലും തുറക്കാതെ 10 ദിവസം അനക്കമില്ലാതെ കിടന്നേച്ചതാണ്. ഇവിടെ പ്രാർത്ഥന സഹായത്തിനായി കഴിഞ്ഞ ആഴ്ച എഴുതി കൊടുക്കുകയും അതനുസരിച്ച് ഞാനിവിടെ വന്ന് പങ്കെടുക്കുകയും ചെയ്ത് ഇപ്പോൾ ആ മകൻ കണ്ണ് തുറക്കുകയും എണീറ്റ് നടക്കുകയും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ബൈക്ക് ആക്സിഡന്റിൽ നിന്ന് തെറിച്ച് വീണതാ. ബാക്കിലിരുന്ന് തെറിച്ചു പോയി. പിന്നെ അവിടെ ഒരു നടുക്കൊരു സ്ലാവ് കെട്ടിയിട്ടില്ലേ, അതുമേ ചെന്ന് അടിച്ച് തലച്ചോറ് പിന്നെ തല പൊട്ടി തലോട് വയറ്റിലോട്ട് വെച്ചേക്കണേണ്. ഓപ്പറേഷൻ ചെയ്ത് ഞാൻ കണ്ടു ഓർക്കുന്നുണ്ട്. നിങ്ങൾ എഴുതി തന്നിട്ട് പോയ ക്ലാസ് എന്താണത് അങ്ങനെ പറയുന്നത്? വയറ്റിലേക്ക് തലോട് ഓപ്പറേഷൻ വയറ് ഓപ്പറേഷൻ ചെയ്തിട്ട് അതിൽ വെച്ചേക്കണേ. 3 മാസം കഴിയാതെ അത് ഫിറ്റ് ചെയ്യാൻ പറ്റൂലെന്ന് പറഞ്ഞു. ഇപ്പൊ കൊച്ചെണീറ്റ് നടക്കാൻ തുടങ്ങി. 19 വയസ്സ്. നടന്നു. ഒരു കണ്ണ് തുറന്നു, ഒരു കണ്ണ് തുറന്നിട്ടില്ല. സെബാസ്റ്റ്യൻ. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഒരേ മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ സുഭാഷൻ ആ മകന് ഉണ്ടായ ബൈക്ക് ആക്സിഡൻറ്റിൽ അവൻ്റെ തലയോട് പൊട്ടി. ദൈവമേ, ആ തലയോടിൻ്റെ ഒരു കഷ്ണം ഇപ്പോൾ ശരീരത്തിൽ തന്നെ കുറ്റി വെച്ചിരിക്കുന്നു. തിരിച്ചു പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഏറ്റവും വലിയ ഒരു ദുരന്തത്തിൽ അവൻ രക്ഷിച്ച് നന്ദി പറയുകയും ഞങ്ങളുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒരിക്കൽ കൂടി അവലേക്ക് ഇറങ്ങിച്ചെന്ന് അവന് പരിപൂർണ്ണ സൗഖ്യം കൊടുക്കട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സുഭാഷെ പീഡിപ്പിക്കുന്ന എല്ലാത്തിനും വിട്ടുമാറിപ്പോകട്ടെ. അവന് പരിപൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. ദൈവമേ, അങ്ങയുടെ പക്കൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം വിടുതൽ ലഭിക്കട്ടെ, സൗഖ്യം ലഭിക്കട്ടെ. കർത്താവ്, പ്രത്യേകിച്ച് അത്ഭുതങ്ങളുടെ ജപമാലയിൽ ആരെല്ലാം കൂടെ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നുവോ എല്ലാ ആവശ്യങ്ങളും നിറവേറപ്പെടട്ടെ. കർത്താവ്, നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു. ദൈവമേ, നന്ദി കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹോദരിയെ അനുഗ്രഹിക്കട്ടെ, ആ മകനെ അനുഗ്രഹിക്കട്ടെ, പരിപൂർണ്ണ സൗഖ്യം കൊടുക്കട്ടെ. ആമേൻ, ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പേര് ടെൽമ, എറണാകുളം കൂട്ടായ്മയെന്ന് വരുന്നത്. ഇത് അനിയൻ്റെ മകനാണ്. വണ്ടി ആക്സിഡൻറ്റ് പറ്റിയ കുട്ടിയാണ്. ആ കുട്ടിക്ക് ഇനി തിങ്കളാഴ്ച ആശുപത്രിയിൽ പോകണം. ഒരു ഓപ്പറേഷൻ ഉണ്ട്. അതിപ്പോൾ സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. 18 ദിവസമേ ആശുപത്രി കിടക്കേണ്ടി വന്നുള്ളൂ. വണ്ടി ആക്സിഡൻറ്റ് പറ്റി കണ്ണുപോലും തുറക്കാതെ കിടന്നേച്ച അവസ്ഥയിലാണ് ഈ കൊച്ചു. ഒരാഴ്ച കണ്ണുപോലും ഒരനക്കവും ഇല്ലാതെ കിടന്നേച്ച കുട്ടിയാണ്. കണ്ണ് തുറന്നത് ഇവിടുത്തെ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷമാണ് ഈ കുട്ടിക്ക് അനക്കം സംഭവിച്ചു തുടങ്ങിയത്. കൈ പോലും അനക്കാതിരുന്നേച്ച കുട്ടിയാണ്. ഇനി ഒരു ഓപ്പറേഷൻ ഉണ്ട്. തലോട് വയറ്റത്ത് വെച്ചേക്കണേണ്. തിങ്കളാഴ്ച ടെസ്റ്റിന് പോണേ. ഓപ്പറേഷൻ തീയതി പറയാന്നാ പറഞ്ഞേക്കണത്. അതുകൊണ്ട് ഇവിടെ വന്ന് ധ്യാനം പങ്കെടുത്തതിന് ശേഷമേ ആശുപത്രി പോകുള്ളെന്ന് വാശി പിടിച്ചേച്ചും എൻ്റെ കൂടെ വന്നതാണ് ഈ കുട്ടി. അതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. വരാൻ സാധിച്ചതിനും കുട്ടിയുടെ വന്നതിനും ഞാൻ നന്ദി പറയുന്നു. ഇവിടെ ആദ്യത്തെ പ്രാർത്ഥനയിലാണ് അല്ലേ? ആദ്യത്തെ ബുധനാഴ്ച പ്രാർത്ഥന, രണ്ടാമത്തെ പ്രാർത്ഥനയിലാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. ഒരു അപകടമുണ്ടായ ആശുപത്രി കിടന്ന ആൾ അന്ന് പ്രാർത്ഥന കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരിയേറെ സ്വാതന്ത്ര്യം ഉണ്ടായതായിട്ട് അന്ന് പറഞ്ഞിരുന്നത് തലയോട് പൊട്ടിയിട്ട് വയറ്റിലത് തലക്കത് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഓപ്പറേഷൻ ഉണ്ട്. ദൈവം എന്ത് പറയുന്നു? എന്തെങ്കിലും പറയാനുണ്ടോ? സംസാരിക്കില്ലേ? സംസാരിക്കും. ബൈക്ക് ആക്സിഡന്റ് ആയിരുന്നു. അത് പൊട്ടിയപ്പോൾ കണ്ണിന് ഇവിടെ ഇപ്പോൾ കാഴ്ചക്കുറവുണ്ട്. വലുതായിട്ടുള്ള രണ്ടായിട്ടാണ് കാണുന്നത്. ഓക്കെ. ദൈവമേ, ഈ മകള് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഒരൊറ്റ ആഴ്ചയിൽ ആ പ്രാർത്ഥന കഴിഞ്ഞ് ചെന്ന് 2 ദിവസം കർത്താവ് ഇവിടുന്ന് വലിയ കരുണ്യം കാണിച്ചുകൊണ്ട് മകന് വിടുതൽ കൊടുത്തു. ബോധമില്ലാതെ കൈയും ചലിപ്പിക്കാതെ അനങ്ങാതെ കിടന്ന മകനെ അവർ
ഒരു പ്രാർത്ഥന കഴിഞ്ഞപ്പോഴേക്കും വലിയ വിടുതൽ കൊടുത്ത കർത്താവെ, നമ്മൾ ഒരേ മനസ്സോടെ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ഈ മകൻ്റെ മേലുള്ള സകല തിന്മകളും വിട്ടുപോകട്ടെ, സകല ബന്ധങ്ങളും മാറിപ്പോകട്ടെ. കർത്താവെ, മരുന്നോ ലേപനോ ഔഷധമൊന്നും അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അവിടുത്തെ വചനം ഇവൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലട്ടെ. ഇവൻ്റെ രക്തത്തിലേക്ക്, ഇവൻ്റെ തലയോട്ടിയിലേക്ക്, ഇവൻ്റെ തലച്ചോറിലേക്ക്, ഇവൻ്റെ ശരീരം പോലും നാടിൻ ഞരമ്പുകളിൽ കടന്നു ചെല്ലട്ടെ. വിട്ടുതലും സൗഖ്യവും ഉണ്ടാകട്ടെ. എല്ലാ വേദനയും വിട്ടു മാറിപ്പോകട്ടെ. കണ്ണിൻ്റെ എല്ലാ കുറവുകളും മാറട്ടെ. ഇപ്പോൾ കണ്ണിന് കാഴ്ചശക്തി ലഭിക്കട്ടെ. സ്തുതിക്കുന്നു. വരാൻ പോകുന്ന അടുത്ത ഓപ്പറേഷൻ, പ്രത്യേകിച്ച് തലയോട്ടിൻ്റെ ഒരു ഭാഗം വയറിൻ്റെ ഒരു ഭാഗത്ത് വിറ്റി വെച്ചിരിക്കുന്നതാണ് പറഞ്ഞത്. വേറെ സൈഡിൽ വെച്ചിരിക്കുകയാണ്. ഇവിടെ വേദനയുണ്ടോ? ഇവിടെ ഇപ്പം തലയോട്ടിൻ്റെ പുറത്ത് ഇപ്പം എന്താ ചെയ്തിരിക്കുന്നത്? ഇവിടെ അതുകൊണ്ടാണ് ഇവിടെ ഒരു വ്യത്യാസമുണ്ട്, ഷേപ്പിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, കൈ തല വെക്കാൻ പറ്റുമോ? കർത്താവേ, അവിടുത്തെ വലിയ കാരുണ്യം ഇവിടെ ശരി കാണാനുണ്ട്. സ്റ്റിച്ചിട്ടിരിക്കുന്ന ശരി കാണാം. ഇമാൻ്റെ ഈ തലയുടെ ഒരു ഭാഗം കുടിഞ്ഞാണ് ഇരിക്കുന്നത്. അതിനെയും വീണ്ടും ഉള്ളിൽ സൗഖ്യപ്പെട്ട് കഴിയുമ്പോൾ ആ തലയുടെ ഭാഗം എടുത്ത് ഇവിടെ വീണ്ടും പിടിപ്പിക്കും അല്ലേ? കഴിഞ്ഞിട്ട് പിടിക്കാം. അത്ഭുതകരമായ ഒരു രക്ഷയും വിടുതലുമാണ് കർത്താവ് കൊടുത്തത്. കർത്താവെ, അവിടുത്തെ വലിയ കാരുണ്യം, വലിയ സൗഖ്യം ലഭിക്കട്ടെ കർത്താവെ. വിശ്വസിക്കുന്ന ഈശോയെ, സ്തോത്രം, മഹത്വം, ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും അധികാരമുള്ള നാമത്തിൽ കർത്താവ്, ഈ മകൻ്റെ മേൽ അങ്ങയുടെ അഗ്നി ഇപ്പോൾ ഇറങ്ങി വരട്ടെ. രോഗികളെ സൗഖ്യപ്പെടുത്തുവാൻ യേശുവിൽ നിറഞ്ഞു നിന്ന രോഗസൗഖ്യത്തിൻ്റെ അഭിഷേകം അങ്ങയുടെ ദാസന്റെ കരങ്ങളിലൂടെ കർത്താവ് ഇപ്പോൾ ഇറങ്ങി ഈ മകൻ സൗഖ്യമുള്ളവനായി മാറട്ടെ. രണ്ട് കണ്ണുകളിലും കർത്താവെ അവിടുത്തെ അഗ്നി ഇറങ്ങി വരട്ടെ. ദൈവമേ, ഈ മകൻ്റെ തലയോട്ടിയില്ലാത്ത ഈ ഭാഗം ദൈവമേ, ഞങ്ങൾ തൊടുമ്പോൾ ഞങ്ങൾ അറിയുന്ന കർത്താവേ, അത് അസ്ഥിയില്ലാത്ത അവസ്ഥ, ഈ ഒരു പോർഷൻ, ഒരു ഭാഗം മുഴുവനും യേശുവേ അങ്ങയുടെ രക്തം കൊണ്ട് ഇപ്പോൾ കഴുകപ്പെടട്ടെ. ഈ മകന് ജീവൻ കൊടുത്തത് അവിടുന്നാണ്. ഈ മകനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുപോകുന്ന അങ്ങയുടെ ശക്തിക്ക് ഇവനെ പരിപൂർണ സൗഖ്യമുള്ളവനാക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കും. ദൈവമേ, നടക്കേണ്ട സർജറി ഞങ്ങൾ ബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു. ഇത് ഏറ്റവും വിജയകരമായി തീരട്ടെ കർത്താവേ. അങ്ങയുടെ അഗ്നി നിനക്ക് ജീവന ശക്തി നൽകട്ടെ. ദൈവത്തിൻ്റെ ശക്തി നിന്നെ സംരക്ഷിക്കട്ടെ. നീ കർത്താവിൻ്റെ ദാസനായി മാറുക. നീ ദൈവത്തിൻ്റെ പ്രകാശവും ദൈവത്തിൻ്റെ സാക്ഷിയുമായി മാറട്ടെ. യേശുവേ, അനേകരെ അങ്ങിലേക്ക് കൊണ്ടുവരെയും മകൻ ഉപയോഗിക്കണമേ കർത്താവെ. കണ്ണിൻ്റെ റെറ്റിനെ ലെൻസിനെ ബന്ധിക്കുന്നു. രണ്ടായി കാണുന്ന അവസ്ഥ യേശുനാമത്തിൽ ഇപ്പോൾ നിന്നെ വിട്ടുമാറട്ടെ. നടക്കാൻ പോകുന്ന സർജറിയോടെ പരിപൂർണ ആരോഗ്യത്തിലേക്ക് നീ കടന്നു വരട്ടെ. അങ്ങയുടെ അഗ്നി ഇറങ്ങി, അവിടുത്തെ വചനം ഇറങ്ങി, അവിടുത്തെ ശക്തി ഇറങ്ങി ഇപ്പോൾ തന്നെ മകനെ സൗഖ്യപ്പെടുത്തട്ടെ. ദൈവമേ, ശിരസ് മുതൽ പാദം വരെ സൗഖ്യമുണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ, ജീവനുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, ഗ്ലോറി, ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് പരിപൂർണ്ണ വിടുതലും സൗഖ്യവും ആരോഗ്യവും ഉണ്ടാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാ വേദനയും വിട്ടുപോകട്ടെ. All the best.